പല പോസ്റ്റേഴ്സും കണ്ടിട്ടുണ്ട്. ചില കർക്കിടക ചികിത്സ 3 ദിവസം ഉണ്ട്, 6 ദിവസമുണ്ട്, 9 ദിവസം, ഇങ്ങനെ പല രീതിയിലും അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് നോർമലി എത്ര ദിവസമാണ് നമുക്ക് ഈ കർക്കിടക ചികിത്സ ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞുതരാമോ? അതിനങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു നിഷ്കർഷയില്ല. കാരണം കർക്കിടക ചികിത്സ ഇത്ര ദിവസം ചെയ്യണമെന്ന് എങ്ങനെ എഴുതിയിട്ടില്ല. ഒരാൾ വരുമ്പോൾ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റും, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 7 തൊട്ട് 21 ദിവസം വരെ സജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വരുന്ന ആൾക്ക് മുട്ടുവേദന, നടുവേദന അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് പഞ്ചകർമ്മ ചികിത്സകൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്തേണ്ടി വരും. അത് ആ ചികിത്സകളെല്ലാം തന്നെ ഈ ഇതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ സെല്ലുലാർ ലെവലിൽ ആക്ട് ചെയ്യുന്നതാണ്. അത് ഒരു കുറേ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന ദിവസം ഇത്ര ദിവസം എന്നൊന്നും പറയില്ല. ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് 7 ദിവസം ദേഹത്ത് ഒരു ദിവസം ഒഴിച്ചിൽ നടത്തിയാൽ തന്നെ നല്ല വ്യത്യാസം വരുന്ന സ്ഥിതിക്ക് ഇത് ഈ ഒരു ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും.